നമ്മൾ പുരോഗമന നവോത്ഥാന കേരളം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള മന്ത്രിസഭകൾ ചിന്തിക്കേണ്ട കാര്യം കേരളം എവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ജയലളിത. ഒരു മുസ്ലിം വനിത കേരളത്തിൽ ഇന്ന് വരെ മന്ത്രിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. നമ്മൾ ഇത്രയും നവോത്ഥാനമൊക്കെ പറയുമ്പം ഇത്രയും മുസ്ലിം സ്ത്രീകളെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. അതല്ല, ശൈലജ ടീച്ചറെ തന്നെ ഇത്തവണ CM കാൻഡിഡേറ്റായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവമായിട്ട് മാറി. UDF വന്നാലും LDF വന്നാലും മുസ്ലിം വിഭാഗത്തു നിന്നൊരു വനിത മന്ത്രിസഭയിൽ ഉണ്ടാകുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു അഭിമാന പ്രശ്നമായി തന്നെ കാണേണ്ടതാണ്. ഒരു മുസ്ലിം വനിത കേരളത്തിൽ ഇനിയെങ്കിലും മന്ത്രിസഭയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നാണക്കേടാണ്. നമസ്കാരം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചർച്ചയാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വനിതാ മന്ത്രിമാരുടെ പ്രാതിനിധ്യം. ആദ്യം 2011 UDF ഭരണകാലത്ത് ഒരു വനിതാ മന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 2016 വരുമ്പോൾ അത് 2 പേരായി ആവുകയും പിന്നീട് 2021 ആകുമ്പോഴത്തേക്കും 3 പേരാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വനിതാ മന്ത്രിമാരുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. നമ്മൾ പുരോഗമന നവോത്ഥാന കേരളം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള മന്ത്രിസഭകളിൽ 1957 EMSൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ആദ്യത്തെ മന്ത്രിസഭ തൊട്ട് ഈ 2021 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വരെയുള്ള മന്ത്രിമാരുടെ മൊത്തം മന്ത്രിസഭകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ശരാശരി എത്ര മന്ത്രിമാരെയാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ചിന്തിക്കേണ്ട കാര്യം കേരളം എവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ജയലളിത. 2 പേരുണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് ജാനകി രാമചന്ദ്രനും മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ബംഗാളിൽ വന്നിട്ടുണ്ട് മമതാ ബാനർജി ഉണ്ട്, സുജേത കൃപലാനി മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഉമാഭാരതി മുഖ്യമന്ത്രിയായിട്ടുണ്ട്, വസുന്ധരാജ് സിന്ധ്യ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഷീലാ ദീക്ഷിതും സുഷമ സ്വരാജും 2 പേരും BJPയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗമായിട്ട് ദില്ലിയുടെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ, ആനന്ദിബെൻ പട്ടേൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. കേരളത്തിൽ ഇതുവരെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഒരു വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ചിട്ടുള്ള സൂചന ഉണ്ടായിരുന്നു 1987 കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിച്ചിടും എന്ന ഇടതുമുന്നണി മുദ്രാവാക്യമൊക്കെ ഉയർത്തിയെങ്കിലും വിജയിച്ചു കഴിഞ്ഞപ്പോൾ നായനാരെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. അങ്ങനെയാണ് ഈ KR ഗൗരി എന്ന CPM-ആയിട്ട് അകന്നു പോകുന്നതിൻ്റെ കാരണം. മന്ത്രിമാരുടെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ 57 ആദ്യത്തെ മന്ത്രിസഭയിലും 67 80 87 CPM-ൻ്റെ ഭാഗമായിട്ട് KR ഗൗരിയമ്മ മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. 2001 അവർ UDF-ൻ്റെ ഭാഗമായിട്ട് AK ആന്റണി മന്ത്രിസഭയിൽ വരുന്നു. 2004 അത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയായിട്ട് മാറുമ്പോൾ വീണ്ടും തുടരുന്നു ആ മന്ത്രിസഭയിൽ. അതോടൊപ്പം തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിൻ്റെ മന്ത്രിസഭകൾക്കകത്താണ്. M കമലം 82 തൊട്ട് 87 വരെ കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയാവുന്നു. MT പത്മ 91 MT പത്മ മന്ത്രിയാവുന്നു. പിന്നെ സുശീല ഗോപാലനാണ് പിന്നീട് CPM-ൻ്റെ ഭാഗത്തു നിന്ന് 96 മന്ത്രിയാവുന്നത്. അന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വെച്ചത് സുശീല ഗോപാലിനെയാണ്. ഹരീഷൻ സിംഗ് സുർജിത്തും ജ്യോതി ബസും EMS ഉൾപ്പെടെയുള്ളവർ സുശീല മുഖ്യമന്ത്രി ആവട്ടെ എന്ന് നിർദ്ദേശം വെച്ചപ്പോൾ അത് പൊളിച്ചു കൊടുക്കുന്നത് അന്ന് ഇലക്ഷനിൽ തോറ്റുപോയി മാരാരിക്കുളത്ത് ഇദ്ദേഹം VS അച്യുതാനന്ദൻ. അപ്പം CITU പക്ഷം എന്ന രീതിയിലുള്ള ലേബൽ ചാർത്തിക്കൊണ്ട് സുശീല ഗോപാലൻ മുഖ്യമന്ത്രി ആവരുതെന്ന നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് തൻ്റെ ചിരകാല ശത്രുവായിരുന്ന EK നായനാരെ തന്നെ നിയമസഭാംഗമല്ലാത്ത EK നായനാരെ VS മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അന്ന് കണ്ണൂർ ദിനേശ് BD സഹകരണ തൊഴിലാളി യൂണിയൻ്റെ നേതാവും ട്രേഡ് യൂണിയൻ നേതാവും ഒക്കെ ആയിട്ടുള്ള CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് C കണ്ണേട്ടൻ പറഞ്ഞു, നായനാരെ നിങ്ങൾ നിൽക്കരുത്, സുശീല മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പം നായനാർ പറഞ്ഞു, അങ്ങനെ എന്നെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ ആരും വരണ്ട, സ്നേഹിച്ചു കൊല്ലാൻ വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ നായനാർ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നായനാരും മുഖ്യമന്ത്രി ആവുകയും തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മമ്മുമാഷിയാണെന്ന് തോന്നുന്നു രാജിവെപ്പിച്ച് അവിടെ നിന്ന് ബൈ ഇലക്ഷനിൽ നിയമസഭയിലേക്ക് വരികയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇവർ നിർദ്ദേശിച്ചിരുന്നത് അന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത് KN രവീന്ദ്രനാഥിനെ. അതിനെ പൊളിച്ച് ചടയൻ ഗോവിന്ദനെ കൊണ്ടുവന്നു. ചടയൻ ഗോവിന്ദൻ നല്ല സഖാവായിരുന്നു, ഒരു കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ CPM-നകത്തുള്ള ഗ്രൂപ്പിസത്തിൻ്റെ വലിയ കളികളുണ്ട്, പുറം ലോകമൊന്നും അധികം അറിയാത്ത. അത് കഴിഞ്ഞ് പിന്നീട് ശ്രീമതി ടീച്ചർ വരുന്നു 2006 VS മന്ത്രിസഭയ്ക്കകത്ത്. PK ശ്രീമതി ടീച്ചർ. അതിനുശേഷം 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ PK ജയലക്ഷ്മി വരുന്നു. അന്ന് PK ജയലക്ഷ്മി മാത്രമേ ഏക വനിതയായിട്ട് ജയിച്ചിട്ടുള്ളൂ. അല്ലാത്ത സീനിയർ വനിതകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് PK ജയലക്ഷ്മിയെ കന്യാംഗത്തിൽ മത്സരിച്ച മാനന്തവാടിയിൽ നിന്ന് മത്സരിച്ച് വന്ന PK ജയലക്ഷ്മി മന്ത്രിയാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2016 മന്ത്രിസഭയാകുമ്പോഴാണ് ചെറിയൊരു വിപ്ലവം ആ രംഗത്തുണ്ടാവുന്നത്. 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ
മേഴ്സിക്കുട്ടിയമ്മയെയും അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചറെയും മന്ത്രിമാരാക്കി മാറ്റി. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ 2021 വന്നപ്പോൾ അത് 3 മന്ത്രിമാരായിട്ട് മാറി. ആർ ബിന്ദു ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള, അതേപോലെ തന്നെ വീണ ജോർജ് ആറന്മുളയിൽ നിന്ന്, ചിഞ്ചു റാണി CPIയുടേത് ചടയമംഗലത്ത് നിന്ന്, ഇവർ 3 പേരും മന്ത്രിസഭയിലെത്തി. അതാണ് നമ്മളെ ഒരു എത്തി നിൽക്കുന്ന ഗ്രാഫ്. അത് പുരോഗമനപരമാണോ എന്ന് ചോദിച്ചാൽ 1 നിന്ന് 3 എത്തി എന്നുള്ളതാണ്. ആ 1 എന്ന് പറയുന്നത് തന്നെ ഏറെക്കാലം നിരന്തരമായി മാറിയുള്ള ക്യാബിനറ്റുകളിൽ അംഗമായിരുന്ന ഗൗരിയമ്മ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പുതിയ ആളുകൾ കടന്നു വന്നു എന്നുള്ളതാണ്. CPM ഇനിയിപ്പോൾ മന്ത്രിസഭ വരികയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ വരാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ, വരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളാണ് കാനത്തിൽ ജമീല. ശ്രദ്ധിക്കേണ്ടത്, ഒരു മുസ്ലിം വനിത കേരളത്തിൽ ഇന്ന് വരെ മന്ത്രിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. നമ്മൾ ഇത്രയും നവോത്ഥാനമൊക്കെ പറയുമ്പം ഇത്രയും മുസ്ലിം സ്ത്രീകളെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്, അവരുടെ ഇടയിൽ നിന്നൊരു വനിത മന്ത്രിയാവുന്നില്ല എന്നുള്ളതാണ്. അവരെ മന്ത്രിയാക്കാൻ മുസ്ലിം ലീഗിന് സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗ് ഏതെങ്കിലും ഒരു മുസ്ലിം വനിതയെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ അപ്പം ഈ സമസ്തയും സുഡാപ്പികളും ബാക്കിയുള്ളവരും ഒക്കെ കൂടി പെണ്ണുങ്ങൾ മുമ്പിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മലപ്പുറത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഇവർ തോറ്റുപോകും. അങ്ങനെയുണ്ട്, സ്ത്രീകൾ മുമ്പിൽ വരാൻ പാടില്ല. പഞ്ചായത്തിൽ പിന്നെ ഇത് പറയാൻ പറ്റില്ല, കാരണം സംവരണ സീറ്റാണ്. മറ്റേടത്ത് സംവരണം ഇല്ല, വനിതാ സംവരണം നിയമസഭയിലേക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ മത്സരിക്കുമ്പോൾ പുരുഷനെ വിജയിപ്പിക്കുന്ന രീതി മലപ്പുറത്തിൻ്റെ മണ്ണിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുമ്പോൾ കൂടുതലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണല്ലോ വരാനുള്ളത്. അതല്ലാതെ പിന്നെ വരാൻ പറ്റുന്ന ഒരാളായിരുന്നു ഈ കാനത്തിൽ ജമീല, പക്ഷേ കൊയിലാണ്ടിയിൽ നിന്നുള്ളത്. പക്ഷെ അവർ അർബുദ രോഗം ബാധിച്ച് അകാലത്തിൽ മരണപ്പെട്ടു. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവം ആയുസ് കൊടുക്കുകയായിരുന്നെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും അവർക്ക് സെക്കൻഡ് ടൈമിൽ മത്സരിക്കുകയും അവർ മന്ത്രിസഭയിൽ LDF മന്ത്രിസഭ വരികയാണെങ്കിൽ അവർ മന്ത്രിസഭയിൽ ഉൾപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇനി യോഗ്യമായിട്ടുള്ള സ്ത്രീയായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ KS സരീഖയാണ്, പാലക്കാട്ട് നിന്നുള്ള CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. KS സരീഖയെ ഇത്തവണ ഒരു ഷുഗർ സീറ്റിൽ നിർത്തി പാലക്കാട് ജില്ലയിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും LDF അധികാരത്തിൽ വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കീ പോസ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ അവർ KS സരീഖയെ മന്ത്രിയാക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. KS സരീഖയുടെ കൂടെ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരാളാണ്. ബാക്കി നമുക്ക് നോക്കുമ്പോൾ വനിതകളുടെ എണ്ണത്തിൽ ഇപ്പോൾ ഈ ചിന്താ ജെറോമിനെയൊന്നും പിടിച്ചിട്ട് മന്ത്രിയാക്കാൻ പറ്റില്ല. ആകെ പിന്നെ ചീത്തപ്പേരാവും. കാരണം അഡ്മിനിസ്ട്രേഷൻ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയ മാതിരിയാവും. കാരണം ഒരു ഇമ്മച്ചുറാണ്. ഫേസ്ബുക്കിലെ മന്ത്രിയാക്കാം, കാരണം റീൽസ് ഇട്ട് കളിക്കാനൊക്കെ ബാക്കിയുള്ളതിനൊക്കെ പറ്റും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് മന്ത്രിയാക്കാം എന്നല്ലാതെ വേറെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിനുൾപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് പ്രതിഭ. വളരെ സിൻസിയറായിട്ടുള്ള ലേഡിയാണ്, വളരെ സത്യസന്ധമായി ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ലേഡിയാണ്. സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ കാപട്യങ്ങളില്ലാതെ പെരുമാറുന്ന ഒരാളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ പ്രതിഭേൻ്റെ. അപ്പോൾ പ്രതിഭ അങ്ങനെ വളരെ സെൻറ്റിമെൻ്റലാണ്, പിന്നെ വളരെ സെൻസിറ്റീവുമാണ്. അത്രയും സെൻറ്റിമെൻ്റലും സെൻസിറ്റീവും ആവുന്ന ഒരാൾ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് പരാജയപ്പെടുമ്പോൾ എന്ന് ചോദിച്ചാൽ അതിന് പറ്റുന്ന ടീമുണ്ട്. എപ്പോഴും വകുപ്പ് സെക്രട്ടറി ഉണ്ടാവും, പിന്നെ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറി, അത് പാർട്ടിയാണ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് ആൾക്കാരുണ്ട്. വൈക്കം ആശയ്ക്ക് വേണമെങ്കിൽ ഇളവ് കൊടുത്തിട്ട് വൈക്കം ആശയെ കൊണ്ടുവരാം. വൈക്കത്ത് നിന്നുള്ള ആശയെ CK ആശയെ CPIയുടെയാണ്. അതല്ല, ശൈലജ ടീച്ചറെ തന്നെ ഇത്തവണ CM കാൻഡിഡേറ്റായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവമായിട്ട് മാറി. അതൊരു വിപ്ലവമായിരിക്കും. ഞാനത് പറയാൻ വേണ്ടി വരികയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ശൈലജ ടീച്ചർ എടുത്തിട്ടുള്ള പല നിലപാടുകളോടും എനിക്ക് വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു വനിതാ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ശൈലജ ടീച്ചർ ആകണമെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. അല്ല, നിലവിൽ ഒരു CM മെറ്റീരിയൽ എന്ന് പറയാവുന്ന ഒരു വനിത കേരളത്തിൽ എല്ലാ പാർട്ടികളിലും കൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഇവർ മാത്രമേ ഉള്ളൂ, ശൈലജ ടീച്ചർ. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരാൻ പറ്റുന്ന ഒരാൾ ആനി രാജയെ പറ്റും, CPIയുടെ. പക്ഷേ CPIയുടെ ആനി രാജ കണ്ണൂർക്കാരെയാണെങ്കിലും അവരുടെ വോട്ട് അവർ CPIയുടെ കേന്ദ്ര ഘടകത്തിൽ പ്രതിനിധീകരിച്ച് കേന്ദ്ര ഹെഡ് ക്വാർട്ടേഴ്സിൽ പിന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ദില്ലിയിലാണ് അവരുടെ വോട്ട്. ശരിക്കും അവരിപ്പോൾ ചെയ്യേണ്ടത്, CPIക്കാർ ചെയ്യേണ്ടത്, ഈ ആനി രാജയെ എന്തായാലും CPIക്ക് മുഖ്യമന്ത്രി സ്ഥാനവും കിട്ടില്ല. ആനി രാജയുടെ വോട്ട് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആനി രാജയുടെ വോട്ട് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കേരളത്തിലെ നല്ല ഒരു മണ്ഡലത്തിൽ അവരെ നിർത്തി മത്സരിപ്പിച്ച് അവരുടെ കപ്പാസിറ്റി, അവർ കേരളം കണ്ട ഏറ്റവും മികച്ച വനിതാ മന്ത്രിമാരിൽ ഒരാളായി മാറും. കാരണം വളരെ പക്വതയോട് കൂടിയിട്ടും വളരെ പൊളിറ്റിക്കലായിട്ടും കാര്യങ്ങൾ കാണുന്ന മാതൃകാപരമായി ജീവിക്കുന്ന ഒരാളാണ്. ആനി രാജയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു കറുത്ത, അവർ നല്ല വെളുത്തിട്ടാണ്, ഫെയറാണ്, എനിക്കൊരു കറുത്ത നിറമുള്ള ആളെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട തൻ്റെ കൂടെ സംഘടനാ രംഗത്തുണ്ടായിരുന്ന രാജയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുന്നത്. മകൾ അപരാജിതയും സംഘടനാ രംഗത്ത് സജീവമാണ്. ഇടതുപക്ഷത്തിൽ തന്നെ കഴിവുള്ള വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു മന്ത്രിയൊക്കെ ആവാൻ പറ്റുന്നത്. ആര്യ രാജേന്ദ്രനൊക്കെ ഈ അല്പത്തരം കൊണ്ട് കൊളാക്കിയതാ. ഇല്ലെങ്കിൽ വീണ്ടും ഒന്ന് നിയമസഭയിലേക്ക് വരികയോ
അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇടപെടാൻ പറ്റുകയോ ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അതെല്ലാം കൊളാക്കി കഴിഞ്ഞത് ഒരു മേയർ സ്ഥാനത്തിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ വലിയ തമ്പുരാട്ടിയായി പോയി. അതാണ് പറ്റിയത്. കുട്ടികളും കുട്ടികളും കൂടി നടത്തിയ അഭ്യാസങ്ങളൊക്കെ അറിയാലോ. റോഡിൽ ഫിബ്ര റെയിനിൽ വിലങ്ങിടുക, പിന്നെ റോഡ് ബ്ലോക്കാക്കുക, പിന്നെ നാട്ടുകാരെ നേരെ മെക്കിട്ട് കയറുക. അതായത് മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിനേക്കാളും മേലെയാണെന്നുള്ള ധാരണയിലെത്തിപ്പോയി. അല്പന അർത്ഥം കിട്ടിയ അടുത്ത രാത്രിയിലും കൊടപിടിക്കും എന്ന് പറഞ്ഞ സ്വഭാവമാണ് കാണിച്ചിട്ടുള്ളത്. അതേസമയം പി ദിവ്യയ്ക്ക് പറ്റുമായിരുന്നു. പി ദിവ്യ ഇത്തവണ കണ്ണൂർ ജില്ലയിലെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് വീണ്ടും LDF അധികാരത്തിൽ വന്നാൽ ഒരു തുടർഭരണം ഉണ്ടായാൽ ക്യാബിനറ്റിൽ വരാൻ സാധ്യത ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ആ നവീൻ ബാബുവിൻ്റെ വിഷയം വന്നപ്പോൾ അവർക്ക് ഡാമേജ് ഉണ്ടായി. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് സാധ്യമല്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ, UDF പോവുകയാണെങ്കിൽ, UDF പറ്റിയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് KK രമ, വടകരയിൽ നിന്നുള്ള MLA KK രമ, TP ചന്ദ്രശേഖരൻ്റെ വിധവയായിട്ടുള്ള KK രമ. അവരെ വിധവ എന്ന് മണിയാശാൻ നിയമസഭയിൽ വെച്ച് ആക്ഷേപിച്ചപ്പോൾ പോലും ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ വിങ്ങലുണ്ട്. സ്വന്തം ഭർത്താവ് 51 വെട്ടി കൊല ചെയ്യപ്പെട്ട ഭർത്താവിൻ്റെ ഭാര്യയാണ്. അതിൻ്റെ നൊമ്പരങ്ങളെല്ലാം ഉള്ളിലുണ്ട്. ചെറുപ്രായത്തിലാണ് പ്രണയിച്ച് വിവാഹം കഴിച്ച സംഘടനാ രംഗത്തുനിന്ന് രണ്ടുപേരും SFI രംഗത്തുനിന്ന് കണ്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അവർക്ക് അവസാനമായിട്ട് കാണാൻ ആ മുഖം പോലും ബാക്കി വെച്ചിട്ടില്ല. കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകങ്ങളിലൊന്നാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ പ്രതികളായിട്ടുള്ള കുഞ്ഞനന്തൻ വരെ ജയിലിൽ കിടന്നില്ലേ. കുഞ്ഞനന്തൻ ജയിലിൽ കിടന്നിട്ട് ഏരിയ കമ്മിറ്റിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അന്ന് ആ കൊലപാതകം നടക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ നിയമസഭയിൽ കാണുമ്പം MLA എന്ന രീതിയിൽ ആദരവോട് കൂടിയിട്ട് പെരുമാറുന്നുണ്ട്. ഒരു വൈര്യനിര്യാതന ബുദ്ധിയോട് കൂടിയിട്ടല്ല പെരുമാറുന്നത് KK രമ. അതിൻ്റെ ഔചിത്യം വെച്ച് പുലർത്തുന്നുണ്ട്. അല്ലാതെ K സുധാകരൻ പറഞ്ഞമാർ അയാൾക്ക് നാണല്ലേ, അയാളെന്നെ കണ്ടപ്പോൾ ചിരിച്ചു. പക്ഷേ അങ്ങനത്തെ ഒരു വിവരക്കേടും KK രമ പറയാറില്ല. KK രമയോട് എനിക്ക് ഇടക്കാലത്തിന് എതിർപ്പുണ്ടായിരുന്നു. കാരണം മാങ്കൂട്ടത്തിൽ വിഷയം പൊങ്ങി വന്നിട്ടും അതിനെ മാങ്കൂട്ടത്തിനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വളമിട്ട് കൊടുക്കുകയും മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷകനായി നിൽക്കുകയും മാങ്കൂട്ടത്തിനെ മറ്റു പലരെയും വെട്ടി അനർഹമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിൽ മുൻകൈ എടുത്ത മാങ്കൂട്ടത്തിൻ്റെ ഗോഡ്ഫാദർ എന്ന രീതിയിൽ ഷാഫിയോട് എനിക്ക് എതിർപ്പുണ്ടാകുമ്പം അതേ ഷാഫിയെ KK രമ പിന്തുണച്ച് സംസാരിച്ചപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രൂക്ഷമായി ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയ ആരംഭിക്കാർ കുറേ എന്നെ ചീത്തൊളിച്ചൊക്കെ വന്നിട്ടുണ്ടാവും. ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് എന്താ ആരംഭിക്കാരിവിടെ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരെ അതിന് പറ്റുന്ന ഒരാളാണ്. രണ്ടാമത്തെ ഒന്ന് ഉമാ തോമസും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സ്റ്റേഡിയത്തിൽ നിന്ന് വീണിട്ടുണ്ടൊക്കെ ഉണ്ട്. ഉമാ തോമസ് ഒരിക്കലും PT തോമസിൻ്റെ ഭാര്യ ആയതുകൊണ്ട് വന്നതല്ല. TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ എന്നത് മാത്രമല്ല ഈ KK രമയുടെ യോഗ്യത. കാരണം അവർ SFIയുടെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതാ. അടിമുടി പാർട്ടി കുടുംബമാണ്. ഉമാ തോമസ് മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ KSന്റെ നേതാവായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് PT തോമസുമായിട്ട് പ്രണയത്തിലാവുന്നത്. ഇതാണ് ഇവരുടെ ഉമാ തോമസിൻ്റെ ഒരു പശ്ചാത്തലം. അതേപോലെ തന്നെ അരൂർ മണ്ഡലത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച ആരിഫിൻ്റെ പഴയ മണ്ഡലമാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ വിജയിച്ച MLA ആയി. പക്ഷേ 2021 ദലീമ ജോജോയെ കൊണ്ടുവന്ന് ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തി. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനോറിയോയിൽ ഈ ഭരണവിരുദ്ധ തരംഗവും കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാനെ വീണ്ടും അവിടെ പ്ലേസ് ചെയ്താൽ ദലീമ ജോജോയെ പരാജയപ്പെടുത്തി ഷാനിമോൾ ഉസ്മാൻ ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാലും ഞാൻ അപ്പുറത്ത് KS അരീകയെ കൊണ്ടുവന്നാൽ കേരളത്തിൽ ഇടതുമുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ KS അരീകയെ മന്ത്രിയാക്കണം. ഒരു മുസ്ലിം വനിത ഇതുവരെ കേരളത്തിൽ മന്ത്രിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതികളും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഈ മലപ്പുറത്തേക്കൊന്ന് വന്ന് നോക്കണം. നിങ്ങളവിടെ ഈ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല. മലപ്പുറത്തുനിന്ന് വന്ന് നോക്കണം. കാരണം കുട്ടികൾ ഹൈലി എഡ്യൂക്കേറ്റഡാണ്. അപ്പോൾ അത്രയും ഹൈലി എഡ്യൂക്കേറ്റഡാണ് കുട്ടികൾ. KS അരീക LDF വരികയാണെങ്കിൽ, UDF വരികയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഇവർ 3 മന്ത്രിമാരെ ഉൾപ്പെടുത്തിയ പോലെ 3 മന്ത്രിമാരെ UDF ഉൾപ്പെടുത്തണം. അത് ഷാനിമോൾ ഉസ്മാനെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു സ്ത്രീ മന്ത്രിയാകുക എന്നുള്ള, UDF വന്നാലും LDF വന്നാലും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു വനിത മന്ത്രിസഭയിൽ ഉണ്ടാകുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമായി തന്നെ കാണേണ്ടതാണ്. അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പല ആൾക്കാരെയും ഈ സാർ, ബഹുമാനിയായ MLA അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അതേസമയം നമ്മളെങ്ങനെ വിളിക്കാറുള്ളത്? ഉമേച്ചി, രമേച്ചി, ഉമ്മച്ചേച്ചി എന്നും കൂടി പറയാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? രമച്ചേച്ചി എന്നും കൂടി പറയാറില്ല, ഫുള്ളായിട്ടും കൂടി പറയാറില്ല. ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വിളിയാണ് ഉമേച്ചി, രമേച്ചി. അത് ശോഭാ സുരേന്ദ്രനെ ശോഭേച്ചി എന്ന് വിളിക്കും. അതായത് നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പരിചിതമായ, നമ്മുടെ അയൽവക്കത്തുള്ള, നമ്മൾക്കൊരു സ്വന്തം ചേച്ചി പോലെ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ആളുകളാണ് ഇവർ. അങ്ങനെ പല ആൾക്കാർക്കും അങ്ങനെ വിളിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ
ഗൗരിയമ്മയെ ഗൗരിയമ്മ എന്നാണ് വിളിച്ചിട്ടുള്ളത്, KR ഗൗരിയെ ഗൗരി അമ്മ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ശൈലജ ടീച്ചറെ ടീച്ചർ അമ്മ എന്നാണ് വിളിച്ചിട്ടുള്ളത്. കരുണാകരനെ ലീഡർ K കരുണാകരൻ എന്നാണ് വിളിച്ചിരുന്നത്. AK ആൻ്റണിയെ ഒരല്പം പരിഹസിച്ചുകൊണ്ടാണെങ്കിലും അന്തോണീസ് പുണ്യാളൻ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം പുള്ളി കക്കാനും പിടിക്കാനൊന്നും പോവില്ല, പുണ്യാളനാണ്. പക്ഷേ ഒരു പരിഹാസ ചൊവ്വയോട് കൂടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കാരണഭൂതൻ എന്നാണ് വിളിക്കുന്നത്. വിളിയുടെ ഒരു പരിഹാസത്തിൻ്റെ അംശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് AKജിയെ വിളിച്ചിരുന്നത്, അറിയാലോ. അതോടൊപ്പം തന്നെ കുഞ്ഞൂഞ്ഞ്, ഉമ്മൻചാണ്ടിയെ കുഞ്ഞൂഞ്ഞ് എന്നാണ്, പുതുപ്പള്ളിയിലെ കുഞ്ഞൂഞ്ഞ്. KM മാണി പിന്നെ മാണി സാറ്, അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ കുഞ്ഞാപ്പ എന്നാണ് വിളിക്കുക. ആര്യാടൻ മുഹമ്മദിനെ നാട്ടുകാർ വിളിക്കുന്നത് കുഞ്ഞാക്ക എന്നായിരുന്നു വിളിക്കുക. അവിടെ ആര്യാടൻ മുഹമ്മദും ഇല്ല, മന്ത്രിയൊന്നും ഇല്ല, സാറൊന്നും ഇല്ല, ഒന്നുമില്ല. അവിടെ ഒരു തേങ്ങയില്ല. അത് കുഞ്ഞാക്കണ്ട അവിടെ എന്നാണ് ചോദിക്കുക. അതേപോലെ തന്നെ TKMC ഹംസാക്ക എന്നാണ് വിളിക്കുക. ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയെ പാലോളി തന്നെ, പാലോളി സഖാവ് എന്ന് പറയും. TKMC ഹംസാക്കയാണ് മഞ്ചേരിക്കാരായി. ഈ MK രാഘവനെ രാഘവേട്ടൻ ആണ് കോഴിക്കോട്ടുകാരെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോഴിക്കോട്ടുകാരെ രാഘവേട്ടനാണ്. ആ രാഘവേട്ടന് ബദലായിട്ടാണ് കരീംക ഇറക്കാൻ നോക്കിയത്, പക്ഷെ അത് ക്ലിക്ക് ചെയ്തില്ല. അതേപോലെ തന്നെ തൃപ്പൂണിത്തുറ MLA K ബാബുവിനെ ബാബുചേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുക, അല്ലാതെ ബാബു സാർ എന്നൊന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ EMS, BD, KC, RC, BS. RC എന്ന് പറഞ്ഞാൽ പിന്നെ രമേശ് ചെന്നിത്തലയല്ല, രാജീവ് ചന്ദ്രശേഖരനെയാണ് ഉപയോഗിക്കുന്നത് പൊതുവെ RC എന്നുള്ളത്. BS ഇങ്ങനെയൊക്കെയുള്ള കുറേ ചുരുക്ക പദങ്ങളുണ്ട്. എനിക്ക് ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് KK രമയോട് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. അന്ന് ഞാൻ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഫിയുടെ കെണി കൂടിയിട്ട് ഷാഫിക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കുന്ന ഒരു വക്കീലിൻ്റെ റോളിലേക്ക് പോയപ്പോഴുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധമൊക്കെ താൽക്കാലികമായൊരു കണക്കാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് അവരോട് സ്നേഹമുണ്ട്. കാരണം അവരെ ഷാഫിക്ക് പറ്റിക്കാൻ പറ്റി, സ്നേഹം കാണിച്ചും ഒക്കെ. പിന്നെ ചേച്ചിയെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബഹുമാനത്തോടെ ആദരവോടെ അവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അതിവിനയൊക്കെ കാണിക്കുമ്പോൾ അവരും കരുതുന്ന ഒരു അനിയനെ പോലെ കാണുന്നു എന്നുള്ളതാണ്. അത് രമചേച്ചി ആ കെണിയിൽ വീണയിൽ കുറ്റം പറയാൻ പറ്റില്ല. സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ പറ്റിക്കാൻ പറ്റിയവനാണ് ഷാഫി പറമ്പിൽ. ഉമ്മൻചാണ്ടിയെ പറ്റിച്ചവനാണ്. ഉമ്മൻചാണ്ടിയെ പറ്റിക്കുകയും ഉമ്മൻചാണ്ടി മരണക്കിടക്കയിൽ കിടക്കുമ്പം ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചെന്ന മറ്റൊരു MLA ഉമ്മൻചാണ്ടിക്ക് ആ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ഇനി മൂപ്പരൊപ്പം നടന്നിട്ട് നമുക്ക് വേറെ കാര്യമൊന്നുമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ബദൽ മാർഗ്ഗങ്ങൾ ആലോചിക്കണം, അത് കഴിയാനായിട്ടുണ്ട് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി കേൾക്കുകയും ഉമ്മൻചാണ്ടി ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ കിടന്ന് കരയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയെ വരെ പറ്റിച്ച, പാല് തന്ന കൈക്ക് വരെ പിന്നെ തിരിഞ്ഞ് പിന്നെ കൊത്തിയ ഷാഫിക്ക് അതിനൊക്കെ ശേഷം ഇപ്പോൾ അടുത്ത കാലത്ത് പരിചയമുള്ള, കുറഞ്ഞ നാളത്തെ പരിചയമുള്ള രമചേച്ചിനെ പറ്റിക്കാൻ പറ്റിയതിൽ തെറ്റൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മറ്റ് പലരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് പോലെനേക്കാൾ കൂടുതൽ ഹൃദയസ്പർശിയായ ഒരു വിശേഷണമാണ് രമേച്ചി, ഉമേച്ചി, ശോഭേച്ചി എന്നൊക്കെ തുടങ്ങിയത്. അതെന്താ വെച്ചാൽ നമുക്ക് അയൽവക്കത്തുള്ള നമ്മുടെ സ്വന്തം ചേച്ചിമാരെന്നുള്ള ഫീലിംഗ് ഉണ്ട്. അത് ടീച്ചറമ്മ എന്ന വാക്കുപോലെ തന്നെ കേരളക്കര ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും KK രമയെയും ഉമാ തോമസിനെയും മന്ത്രിസഭയിലെടുക്കണം. ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ച് വിജയിച്ചാൽ ഷാനിമോൾ ഉസ്മാനെയും മന്ത്രിസഭയിലെടുക്കണം. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തിയാൽ മതി. ഇപ്പം 3 വനിതകളുണ്ട്. 3 വനിതകൾ അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകുക എന്ന് ഉറപ്പുവരുത്തുക. അതിനകത്തൊന്നും മുസ്ലിം വനിതയായിരിക്കുമെന്ന് ഉറപ്പുവരുത്തുക. LDF വന്നാലും ഒരു മുസ്ലിം വനിത KS അലിയോ അല്ലെങ്കിൽ X or Y ആരെങ്കിലും ഒരാൾ, കാനത്തിൽ ജമീല മരിച്ചു പോയതുകൊണ്ട്, അല്ലെങ്കിൽ അവർ കൊയിലാണ്ടിൽ നിന്ന് വീണ്ടും വെച്ച് വരികയാണെങ്കിൽ അവരെ മന്ത്രിസഭയിൽ എടുക്കുകയായിരുന്നു. ഒരു മുസ്ലിം വനിത കേരളത്തിൽ ഇനിയെങ്കിലും മന്ത്രിസഭയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നാണക്കേടാണ്. അതേപോലെ തന്നെ ഇനി 3 മന്ത്രിമാർ എന്ന സ്റ്റാറ്റസ് കോയിൽ നിന്ന് കേരളം വനിതാ മന്ത്രിമാരെന്നുള്ളതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം.